ഫ്രാൻസിസ് ജോർജ് കടന്നു വരികയാണ്. നാടിന്റെ നായകൻ, ജനപ്രിയ നായകൻ ഫ്രാൻസിസ് ജോർജ് കടന്നു വരികയാണ്. ത്തിന്റെ ഉടമയായ ആദർശധീരനായ നേതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ഹരിതകർമ്മം നടത്തുവാൻ ആയിരക്കണക്കായ ഐക്യജനാധിപത്യ ഈ നാടിന്റെ കരുതലായി കാവലായി നാളുകളിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാടിന്റെ നായകൻ, ജനപ്രിയ നായകൻ ശ്രീ ഫ്രാൻസിസ് ജോർജ് പ്രിയപ്പെട്ട DCC അധ്യക്ഷൻ പ്രിയങ്കനായ ശ്രീ നാട്ടകം സുരേഷ്, മറ്റാദരണീയരായ നേതാക്കളെ, പ്രിയമുള്ളവരെ, ഞാൻ ഒട്ടും ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾ നോമിനേഷൻ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ജാഥയായി വന്ന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ഈ പ്രതിമയ്ക്ക് മുന്നിൽ നമ്മൾ എത്തുകയും നമ്മൾ പുഷ്പാർച്ചന നടത്തുകയും ഈ വളരെ ആദരവോടുകൂടി നമ്മൾ മാല പുഷ്പഹാരം സമർപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും ഈ രാജ്യത്തിന്, ലോകത്തിന് മഹാത്മാഗാന്ധിജിയെ മറക്കാനായിട്ട് കഴിയുകയും, ഗാന്ധിജിയെ കുറിച്ച് മഹാനായ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ഇങ്ങനൊരു വ്യക്തി ഈ ലോകത്ത് രക്തത്തിലും മാംസത്തിലും ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറകൾ അത് വിശ്വസിക്കില്ല, വിശ്വസിക്കാൻ മടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രപിതാവ് കാണിച്ചു തന്ന മഹത്തായ മാതൃക, ജനങ്ങളെ സേവിക്കുക, അതിൽ ഏറ്റവും ദരിദ്രനാരായണനെ സേവിക്കുക എന്നുള്ള ആ ഒരു മാതൃക അനുസരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും, ജനാധിപത്യ മൂല്യങ്ങളെല്ലാം പുലർത്താൻ വേണ്ടി മഹാത്മാഗാന്ധി ജീവൻ ബലിയർപ്പിച്ചുവെങ്കിൽ നമുക്കത് നിലനിർത്താൻ നമ്മുടെ ജീവൻ കൊടുത്തു അത് നിലനിർത്തുമെന്നുള്ള പ്രതിജ്ഞയാണ് ഈ അവസരത്തിൽ നമ്മൾ എടുക്കേണ്ടത്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ, പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട്, വലിയ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി എല്ലാ ജനാധിപത്യ മൂല്യങ്ങളും മര്യാദകളും പാലിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ ചടങ്ങിൽ പങ്കെടുത്ത, ഈ ജാഥയിലും ഈ നോമിനേഷൻ സമർപ്പണ ചടങ്ങിലെല്ലാം പങ്കെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും വളരെ ആദരപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരതം ജയിക്കട്ടെ.